ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് വിസ്റ്റയിലാണ്. ഇവിടെ നല്ല അടിപൊളി ഫിഷ് സ്പാ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോവാണേ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്തതാണ്. എഗെയിൻ മോർണിംഗ് നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. പക്ഷേ അടിപൊളി സ്റ്റേ ആയിരുന്നു, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി റൂം. നമുക്ക് 2 റൂം അലോട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഒന്നിലാണ് എല്ലാവരും കൂടെ 6 പേരും കൂടെ സ്റ്റേ ചെയ്തത്. എല്ലാം അടിപൊളിയാണ്. ഇവിടെ ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂളുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ്. കുറേ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുമായിട്ട് വന്നാൽ നോ ടെൻഷൻ, ഇവിടെ പുറത്തേക്കൊന്നും പോവില്ല പിള്ളേർ. നമുക്ക് വിട്ടിട്ട് നമുക്കും എൻജോയ് ചെയ്യാം, അവർക്കും എൻജോയ്മെൻ്റ് ആവും. ഒരുപാട് വെറൈറ്റി ഓഫ് ഗെയിംസും സെഷൻസും എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ട് കുട്ടികളെയും കൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. ഇതിലൊരു വാക്ക് വേ ആണ് ഇവിടെ ഉള്ളത്. ഒരു ഈ സൈഡിൽ കോട്ടേജസ് ഉണ്ട്, ആ സൈഡിൽ കോട്ടേജസ് ഉണ്ട്, ബാക്കിലുണ്ട് കപ്പിൾ വില്ലാസ് ആയിട്ടുണ്ട്. ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ വരാൻ പറ്റുന്ന ടൈപ്പുള്ള വില്ലാസും റൂംസും ഒക്കെ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 52 പീപ്പിൾസിനെയൊക്കെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 റൂം 12 റൂം ആ ഒരു കണക്കിലാണ് ഉള്ളത്. അപ്പം അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ബാക്കിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഫുഡൊക്കെ അടിപൊളിയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ മേളിൽ കയറിയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടിപൊളി ഒരു ഇൻഫിനിറ്റി പൂൾ വില്ല ഉണ്ടെന്ന്, അതാണിത്. കമോൺ, നല്ല അടിപൊളി പൂളാണ്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇന്നലെ ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അല്ലെങ്കിൽ രാവിലെ നല്ല തണുപ്പായിരുന്നു, ഇവിടെ കോടയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ടില്ല. കിഡ്സിന് ഉള്ള പൂള് ഇവിടെയുണ്ട്, ബാക്കിയുള്ളവർക്കുള്ളത് അവിടെയുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യുക. പൂളിലൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നതാണ്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഹാപ്പിനെസ്സും ആയിട്ട് ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു പോണ്ടുണ്ട്. ആ പോണ്ടിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് 2 കോട്ടേജസ് ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി സ്വിങ് ചെയർ ഇട്ടിട്ടുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്ത് ഏത് ടൈമിലും രാവിലെയൊക്കെ എണീക്കിട്ടപ്പോൾ നല്ല കോടയായിരുന്നു. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്ത് സ്വിങ് ചെയ്യാം. അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. കുറേ ഫിഷ് ഉണ്ട് ഇവിടെ. നമുക്ക് ഫിഷിന് ഫുഡ് കൊടുക്കാം കേട്ടോ, ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മളുള്ളത് കാസ റെസ്റ്റോയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാസ റെസ്റ്റോ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കോഫി ഉണ്ട്, പുട്ട്, പയർ കറി. ഇവിടെ സ്പെഷ്യൽ കോഴിക്കോട് വയനാട് സ്പെഷ്യൽ അടിപൊളി പയർ കറിയാണ് കേട്ടത്. ഇത് സ്റ്റൂ ആണെന്ന് തോന്നുന്നു. പൂരി ബാജി. നമുക്ക് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അടിപൊളി ചായ കേട്ടോ, അല്ലേ ചേച്ചി? നല്ല ചായ. വലിയൊരു ഗ്യാങ് ആയിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ അതിനും വിഷമിക്കേണ്ട. കാസ സോൻഹോ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു അപ് ടു 25 പീപ്പിൾസിനെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ബർത്ത്ഡേ ആയിക്കോട്ടെ, റിസപ്ഷൻ ആയിക്കോട്ടെ, ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, സ്റ്റേക്കേഷൻ ആയിക്കോട്ടെ, വെക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ വയനാട് വിസ്റ്റ ഉണ്ട്. അടിപൊളി സ്റ്റേ ആയിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് വയനാട്ടിലേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വയനാട് വിസ്റ്റ ഓർമ്മയിൽ വെക്കുക. മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.